നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2024 വ്യാഴത്തിൻ്റെ രാശി മാറ്റത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. 2024 മെയ് മാസം 1 മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുന്ന വ്യാഴം അഥവാ ഗുരു ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണം ചെയ്യുന്നതെന്നും ആർക്കൊക്കെയാണ് ദോഷകരമാകുന്നതെന്നും നമുക്ക് നോക്കാം. വ്യാഴത്തിൻ്റെ ഈ മാറ്റത്തിലൂടെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ പ്രധാനമായും 5 രാശിക്കാരാണ്. ജന്മക്കൂറിൽ നിന്നും 2, 5, 7, 9, 11 രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഗുണങ്ങൾ ഏറിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മേടം, കർക്കടകം, കന്നി, വൃശ്ചികം, മകരം എന്നീ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്കാണ് വ്യാഴത്തിൻ്റെ ഈ മാറ്റത്തിലൂടെ ഏറെ ഗുണങ്ങൾ ലഭ്യമാകുന്നത്. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെ ഫലങ്ങൾ വിശദമായി നോക്കാം. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗക്കാർക്ക് വ്യാഴം 2ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ധനഭാവമായ 2ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നതിലൂടെ ഇവർക്ക് മികച്ച ധനവരവുണ്ടാകുന്നതാണ്. ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും നിക്ഷേപങ്ങളിൽ നിന്നും വരുമാന വർധന ഉണ്ടാവുകയും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുവാൻ മേടം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ മാറ്റത്തിലൂടെ സാധിക്കും. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ കൂടുതൽ സ്വരച്ചേർച്ചയോടെ ഒത്തൊരുമിച്ച് പോവുകയും ദാമ്പത്യ സൗഖ്യം ഉണ്ടായിരിക്കുന്നതുമാണ്. വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുകയും തൊഴിലന്വേഷകർക്ക് അവരുടെ മനസ്സിനിണങ്ങിയ ജോലികളിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ മികവ് പുലർത്തി പോകുവാൻ സാധിക്കും. ഇനി ഇടവം രാശിയിൽ വരുന്ന കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം നാളുകാരുടെ ഫലങ്ങൾ നോക്കാം. ഇടവം രാശിക്കാർക്ക് വ്യാഴം 12ാം ഭാവത്തിൽ നിന്നും ജന്മഭാവത്തിലേക്ക് വരികയാണ്. പ്രതിസന്ധികളെയൊക്കെ പ്രാർത്ഥനകളിലൂടെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കുടുംബാന്തരീക്ഷം കൂടുതൽ കലുഷിതമാവുകയും ദമ്പതികൾ തമ്മിൽ അനാവശ്യമായ വാക്കുതർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകുന്നതാണ്. പാഴ്ചെലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ അലസതയേറി വരികയും പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. രോഗങ്ങൾ അടിക്കടി അലട്ടിയേക്കാം. ചെലവുകൾ വർദ്ധിച്ചു വരുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അലച്ചിലും യാത്രാ ദുരിതങ്ങളും ഏറി വരുന്നതാണ്. പലപ്പോഴും അപവാദങ്ങൾ കേൾക്കാനിട വന്നേക്കാം. ഇനി മിഥുനം രാശിയിൽ വരുന്ന മകയിരം പകുതി ഭാഗം, തിരുവാതിര, പുണർദം നാളുകാരുടെ ഫലങ്ങൾ നോക്കാം. മിഥുന രാശിക്കാർക്ക് വ്യാഴം 11ാം ഭാവത്തിൽ നിന്നും 12ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഇവർക്ക് പലവിധത്തിലുമുള്ള ധനവ്യയമുണ്ടാവുകയും കോടതി നിയമ നടപടികൾക്ക് സാധ്യത കാണുകയും ചെയ്യുന്നു. ദാമ്പത്യത്തിൽ ഉലച്ചിലുണ്ടാകാതെ നോക്കേണ്ടതാണ്.
യാത്രാ ദുരിതങ്ങൾ വർദ്ധിക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിലുള്ള അലസത വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. സഹപ്രവർത്തകരും ആയും മറ്റുള്ളവരുമായും അനാവശ്യമായ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുകയും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ കാലതാമസം നേടുകയും ചെയ്യുന്നതാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും അഗ്നി, വൈദ്യുതി എന്നിവ കൈകാര്യം ചെയ്യുമ്പോഴും ജാഗ്രത പാലിക്കേണ്ടതാണ്. ആത്മനിയന്ത്രണത്തോടെ കാര്യങ്ങളെ സമീപിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരായ പുണർതം കാൽഭാഗം, പൂയം, ആയില്യം നാളുകാരുടെ ഫലങ്ങൾ നോക്കാം. കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം 10ാം ഭാവത്തിൽ നിന്നും 11ാം ഭാവത്തിലേക്ക് മാറുകയാണ്. സാമ്പത്തിക സ്ഥിതി അനുകൂലമാവുകയും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കുന്നതിന് സാധിക്കും. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മാറി വരികയും തൊഴിലന്വേഷകർക്ക് ജോലികളിൽ പ്രവേശിക്കുന്നത് സാധിക്കുകയും ചെയ്യുന്നതാണ്. ദീർഘകാലമായുള്ള പല ആഗ്രഹങ്ങളും സഫലമാവുകയും വിവാഹങ്ങൾ സാധ്യമാവുകയും ചെയ്യുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങിയത് പൂർത്തീകരിക്കാനോ സാധിക്കും. ഉദ്ദേശിച്ച വിഷയങ്ങൾക്ക് ഉപരിപഠനം സാധ്യമാവുകയും വസ്ത്ര ആഭരണ ലഭ്യത ഉണ്ടാവുകയും ചെയ്യും. ഇനി ചിങ്ങം രാശിയുടെ ഫലങ്ങൾ നോക്കാം. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം കാൽഭാഗക്കാരുടെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം 9ാം ഭാവത്തിൽ നിന്നും 10ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വർദ്ധിച്ചു വരുന്നതാണ്. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കഠിനമായ പ്രയത്നം വേണ്ടിവരും. അനാവശ്യമായ കൂട്ടുകെട്ടുകളിലും മറ്റും പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപവാദങ്ങൾ കേൾക്കാനിട വരികയും മറ്റുള്ളവരുടെ ചതിവിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. പണം കൈകാര്യം ചെയ്യുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്താത്ത പക്ഷം സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായേക്കാം. അനാവശ്യ കാര്യങ്ങൾക്ക് കുടുംബാംഗങ്ങളുമായോ മറ്റു വ്യക്തികളുമായോ കലഹിക്കാനുള്ള ഇടയുണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ സജീവ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതാണ്. കന്നിരാശിയിൽ വരുന്ന ഉത്രം ബാക്കി ഭാഗം, അത്തം, ചിത്തിര പകുതി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കാം. കന്നിരാശിയിൽപ്പെടുന്ന മേൽപ്പറഞ്ഞ നാളുകാർക്ക് വ്യാഴം അനിഷ്ടഭാവമായ 8ാം ഭാവത്തിൽ നിന്നും 9ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഈ മാറ്റത്തിലൂടെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുകയും മികച്ച ധനനേട്ടമുണ്ടാകുന്നതുമാണ്. കർമ്മരംഗത്ത് പുത്തൻ ഉണർവുണ്ടാവുകയും തൊഴിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറി കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി കർമ്മരംഗത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്താൻ സാധിക്കുന്നതാണ്. പലതരത്തിലുമുള്ള ധനവരവുണ്ടാവുകയും വിവാഹ കാര്യങ്ങളിലും മറ്റും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇഷ്ടവാഹനം സ്വന്തമാക്കുവാനും ഗൃഹനിർമ്മാണം തുടങ്ങി വെക്കുവാനോ പൂർത്തീകരിക്കുവാനോ സാധിക്കുകയും ചെയ്യും. ഈ കാലയളവിൽ സന്താനഭാഗ്യം സിദ്ധിക്കുകയും പൊതുസമൂഹത്തിൽ ജനസമ്മതി ഏറി വരികയും ചെയ്യുന്നതാണ്. തുടർന്നുള്ള രാശികളുടെ ഫലങ്ങൾ അടുത്ത വീഡിയോയിലൂടെ വിവരിക്കുന്നതാണ്.